ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ വേണ്ടി പോവാണ്. അതും നമ്മുടെ ട്രിവാൻഡ്രം കനകക്കുന്നിൽ. നമ്മൾ ട്രിവാൻഡ്രത്തുകാരുടെ മെയിൻ സ്പോട്ടാണ് കനകക്കുന്ന് ലുലു. സോ നമ്മൾ കനകക്കുന്ന് പോവാണ് ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയി. ശേഷം നമ്മൾ പാർക്കിംഗ് ഉണ്ട്, നമ്മൾ പാർക്ക് ചെയ്തു നേരെ നമ്മുടെ എൻട്രിയിലോട്ട് നടക്കുമായിരുന്നു. അങ്ങനെ നടന്നതിന് ശേഷം നമ്മൾ അവിടെ പോയി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നല്ല ക്യൂ ഉണ്ടായിരുന്നു ഗൈസ്, നല്ല ക്യൂ. അതിനുശേഷം ക്യൂ ഒക്കെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ അകത്തോട്ട് കയറി. അതിനകത്ത് കയറിയ സമയത്ത് ഓഫ് കോഴ്സ് നമ്മുടെ എക്സ്പെക്ടേഷൻസിന് മേലെയായിരുന്നു. കാരണം ട്രിവാൻഡ്രത്തുകാർക്ക് ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും ഫസ്റ്റ് മനസ്സിൽ വരുന്നത് കനകക്കുന്നിലെ ലൈറ്റ്സ് ആണ്. സോ അത് അവർ എല്ലാ പ്രാവശ്യവും ഭയങ്കര നൈസായിട്ടായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇപ്രാവശ്യവും അടിപൊളിയായിരുന്നു. അതിൽ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ ആയിരുന്നു ഈ ഒരു ഡ്രാഗൺ. നിങ്ങൾക്ക് ഈ വീഡിയോസിൽ ഭയങ്കര നൈസായിട്ട് തോന്നില്ല, ബട്ട് നേരിട്ട് കാണാൻ അവിടുത്തെ ഒരു ആംബിയൻസ് ഈസ് സോ ഗുഡ്. അവിടെ നമ്മൾ പിന്നെ നേരെ നടന്നു ചെന്നത് ഒരു ഇഗ്ലു ഹൗസിലോട്ടാണ്. അവിടെ ഒരു ഇഗ്ലു ഹൗസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറത്ത് പോളാ ബേസിനൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അത് കയറാൻ പറ്റും. അവിടെ കയറുന്ന സമയത്തും ഭയങ്കര തിരക്കായിരുന്നു. കാരണം കയറുന്നതും ഇറങ്ങുന്നതും ഒരേ സ്ഥലത്തായതുകൊണ്ട്, ഒരേ സ്ഥലത്തു കൂടെ ആയതുകൊണ്ട് ഒരു തിക്കും തിരക്കും ഉണ്ടായിരുന്നു. ഓൾസോ എപ്പോഴും ഈ ഡിസംബർ ജാനുവരി ടൈമിലാണ് നമുക്കിവിടെ ഫ്ലവർ ഷോസും കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഫ്ലവർ ഷോസ് ഉണ്ടായിരുന്നു. ഫ്ലവേഴ്സ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ അധികം എനിക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. കാരണം നടന്ന് മനുഷ്യൻ്റെ തല കറങ്ങും. അതുപോലത്തെ അത്രയും നടക്കാൻ ഇവിടെ ഉണ്ട്. എങ്ങനെ പോയാലും ഒരു 6-7 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്, ഫുള്ള് നടന്ന് തീരാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഞാൻ ഐസ്ക്രീം കുടിച്ചു. പിന്നെ ഈ കമ്മലിൻ്റെ സെക്ഷൻ കണ്ടാൽ ഞാൻ പിന്നെ ഒരു കമ്മലെങ്കിലും മേടിക്കാതെ അവിടെ നിന്ന് വരാറില്ല. പിന്നെ അവിടെ കുറേ ഫുഡ് കോർട്ട്സ്, കാര്യങ്ങൾ, പായസം, പിന്നെ കുറേ പഴയ കാലത്തെ മുട്ടായികൾ, അങ്ങനെ കുറച്ച് സ്റ്റോളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു. പിന്നെ പ്ലാന്റ്സ് വിൽക്കാനുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നടന്ന് കുറേ ആയി. നടന്ന് തളർന്ന് നമ്മൾ നേരെ തിരിച്ച് നമ്മൾ കയറിയ ഡെസ്റ്റിനേഷനിലോട്ട് തിരിച്ച് വന്ന ശേഷം നമ്മൾ നേരെ പാർക്കിങ്ങിലോട്ട് പോയി. കാരണം നമ്മൾ 8 മണി അടുപ്പിച്ചപ്പോൾ കയറിയാണ്. അതിന് ശേഷം നമ്മൾ ഇറങ്ങുന്നത് 10 മണിക്കാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ ലുലുവിലോട്ട് പോയി. ലുലു പോയി നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോയി. ഗൈസ്, ഓക്കെ, ബൈ ബൈ, ടാറ്റാ.